പീസ് ആൻഡ് ജോയ്. അത്യന്തം ദുസ്സഹമായ പാരവശ്യം അൽഫോൺസായെ വളരെയേറെ കഷ്ടപ്പെടുത്തി. ശാരീരിക പീഡകളോടൊപ്പം അസഹ്യമായ മാനസിക പീഡകൾ കൂടി അവിടുന്ന് അവൾക്ക് സമ്മാനിച്ചു. വിശുദ്ധാത്മാക്കൾക്ക് അനുഭവപ്പെടുന്ന ക്ലേശകരമായ മാനസിക പീഡനങ്ങളെ ആത്മാവിന്റെ രാത്രി എന്നാണ് മൗതിക ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. വലിയ പരിശ്രമമെല്ലാം നടത്തിയിട്ടും താൻ ഇച്ഛിക്കുന്ന വിധം ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആത്മാവ് സങ്കടപ്പെടുന്നു. ഈ അവസരത്തിൽ വ്യക്തി പലതരത്തിലുള്ള പീഡകൾക്ക് വിഷയമായെന്ന് വരാം. പുണ്യകാര്യങ്ങൾ അത്യന്തം ജാഗരൂകയായി വർദ്ധിച്ചു പോന്ന അൽഫോൺസായ്ക്കും ഈ തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവപ്പെട്ടു. സഭാവസ്ത്ര സ്വീകരണത്തിനു ശേഷം ഒന്നിനു പുറകെ ഒന്നായി നാനാതര രോഗങ്ങൾ അവളെ പീഡിപ്പിച്ചു. പാരവശ്യം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദൈവസ്മരണ പോലും സാധ്യമല്ലെന്ന് തോന്നിയപ്പോൾ ശുശ്രൂഷകരായ സഹോദരികളോട് ആ സമയത്ത് വല്ല ഉപദേശവും തന്ന് സഹിക്കുവാൻ ശക്തിയും ദൈവ ഓർമ്മയും നൽകണമെന്ന് പറയുമായിരുന്നു. ശാരീരികവും മാനസികവുമായ വേദനകൾ ഉണ്ടായപ്പോഴും ആ വേദനകളെ അൽഫോൺസ ദൈവസ്നേഹത്തിലേക്കും സ്വയം നവീകരണത്തിലേക്കും തിരിച്ചുവിട്ടതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ നമ്മുടെ വിശദീകരണത്തിനുള്ള ഉപാധികളാക്കി മാറ്റാം.